ഹായ് ഹലോ, ഇന്നത്തെ റെസിപ്പി ഒരു ബനാന കുംസാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതിനായിട്ടൊരു നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്ത് അരിഞ്ഞ് മാറ്റി വെക്കുക. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ച നേന്ത്രപ്പഴം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇത്രയും വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു ബൗളിലോട്ട് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് വെക്കുക. അതിനുശേഷം അത് നന്നായി ബീറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഒന്ന് മുട്ട ബീറ്റായി വരുമ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. എൻ്റെ കയ്യിൽ സ്റ്റാൻഡ് മിക്സർ ഉള്ളതുകൊണ്ട് അതിൽ ചെയ്തെന്ന് മാത്രം. നമ്മുടെ കയ്യിൽ ഏത് ബീറ്ററാണോ അതിനനുസരിച്ചിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം ഈ മുട്ടയും പഞ്ചസാരയൊക്കെ ഒരു റിബൺ കൺസിസ്റ്റൻസി വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അതായത് നല്ല പതഞ്ഞ് ഒരു മുട്ടയുടെ കളർ ഒരു വെള്ള കളറിലോട്ട് മാറണ വരെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ വാനില എസൻസും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനത് വിട്ടുപോയി, അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. ഞാനിതവിടെ 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ബീറ്റ് ചെയ്യണ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുകയാവും ഏറ്റവും നല്ലത് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ മൈദയാണ് കേട്ടോ. അത് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒറ്റയടിക്ക് ചേർത്ത് കൊടുക്കരുത്. എന്നിട്ട് നമ്മളിത് മെല്ലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായി പ്രസ് ചെയ്ത് മിക്സ് ചെയ്യാൻ പാടില്ല കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ച ഏത്തപ്പഴമല്ലേ, അതും ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതും നല്ല മെല്ലെ ആയിരിക്കണം കേട്ടോ. പ്രസ് ചെയ്ത് മിക്സ് ചെയ്യാൻ പാടില്ല. മെല്ലെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ എടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഒരു പാനിലോട്ട് നെയ്യൊക്കെ തടവി മാറ്റി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ടൊരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. നമ്മൾ ഒരു ഫ്രൈ പാൻ്റെ മേലെ കേട്ടോ ഈ കടായി വെച്ചിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അടി കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം കേട്ടോ. തീ കൂട്ടാൻ ഒരിക്കലും പാടില്ല. അപ്പോൾ നമ്മുടെ കുംസ് റെഡിയായി കിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു 15 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ കുംസ് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മേലെ നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടൊന്നുമില്ല. ഇനി നമുക്കിത് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ കണ്ടില്ല, നല്ല ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കുംസാണ് കേട്ടോ. നേന്ത്രപ്പഴം ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഓക്കെ, ബൈ.